ഹലോ, പത്തരമാറ്റിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി സ്വന്തം കൈകൊണ്ട് തന്നെ മരുമകൾക്ക് പുരസ്കാരം കൊടുത്തു. സദസ്സിൽ നിറഞ്ഞ കയ്യടിയാണ്. പിന്നെ നയന അമ്മയുടെ കാല് തൊട്ട് നമസ്കരിച്ചു. പിന്നെ ആൻമേരി സദസ്സിനെ നോക്കി പറയുന്നുണ്ട്, മരുമകൾക്ക് നല്ലൊരു ഡിസൈനിൽ ഉള്ള മാല ഇഷ്ടപ്പെട്ടെന്ന് അമ്മ അറിഞ്ഞിരുന്നു. അതും കൃത്യസമയത്ത് തന്നെ പണിയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നയന അമ്മയോടായി പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം പൊളിക്കാനായി തന്നെയാണ് ഞാൻ നവ്യ ചേച്ചിയോട് അമ്മ കേൾക്കെ ആ മാല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. ദേവയാനി അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ചിരിയും കരച്ചിലും ഒക്കെ ഒന്നായിട്ട് വരുന്നൊരു സന്ദർഭം. എന്നിട്ട് സന്തോഷത്തോടെ ആ മാല നയനയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് ആൻമേരി സദസ്സിനെ നോക്കി പറയുന്നുണ്ട്, മകൻ നയന മേഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടി. ഇപ്പോൾ അമ്മയും ഒരു മാല ഇട്ടുകൊടുത്തു. ഇനി ഒരിക്കലും ഈ ബന്ധം ഇഴമുറിയാതെ യാത്ര തുടരട്ടെ. അതുമാത്രം പോരാ, അമ്മായിയമ്മ മാത്രം ഈ സംഘടനയിൽ അംഗമായാൽ പോരാ, അതിൻ്റെ തലപ്പത്ത് മരുമകളും വരണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോൾക്ക് എന്ത് സ്ഥാനം കൊടുത്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഈ സംഘടനയിൽ ഒരു അംഗമായി തുടർന്നോളാം. അമ്മയ്ക്ക് മുകളിൽ ഒരു സ്ഥാനമൊന്നും എനിക്ക് വേണ്ട. എന്നിട്ട് രണ്ടുപേരും കൈയൊക്കെ പിടിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദേവയാനി ആൻമേരിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന്. എന്നെ പറ്റിച്ചവർ ഇനിയുമുണ്ട് ഒരുപാട് പേർ. അതും ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച ആദർശും ജയേട്ടനും. അവരൊന്നും അത്ര പെട്ടെന്നൊന്നും ഞാനും നയനയും ഒന്നിച്ച വിവരം അറിയണ്ട. അപ്പോൾ നയനയും പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസി പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മയും മകളും ഒരുപോലെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വേണം. ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിലും അന്യരെ പോലെയാണ് സംസാരിച്ചതും പെരുമാറിയതും. ഇന്ന് എൻ്റെ അരികിലിരുത്തി മോളുമായിട്ട് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അമ്മയും മരുമകളും സന്തോഷത്തോടെ കയ്യും പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ വീടാണ്. നന്ദു മൊബൈലിൽ കാണുന്നുണ്ട് അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന നയനയുടെ ഫോട്ടോ. എന്നിട്ട് കനകയെയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോഴേക്കും കനക നയന അണിഞ്ഞിരുന്ന നെക്ലേസ് കാണുന്നുണ്ട്. എന്നിട്ട് കനക നന്ദുവിനോട് പറയുന്നുണ്ട്, ഇതേ മോളെ നോക്ക്, പുതിയ നെക്ലേസ് ആണെന്ന് തോന്നുന്നു, ഇത് ഡയമണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഈ ചെറിയ ഫംഗ്ഷനിൽ ഡയമണ്ടൊക്കെ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജ്യൂസ് കുടിക്കുന്നതാണ്. അതിലിടയ്ക്ക് അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ചിരിക്കുന്നുണ്ട്. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, മോള് മൊമെൻ്റോ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ചാനലിൽ കൊടുക്കട്ടെ, ഏതായാലും അത് ഞാൻ ആൻമേരിയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് വേണോ അമ്മേ? അമ്മയുടെ മോൻ ബുദ്ധിമാനാ, വെറുതെ സംശയത്തിനൊന്നും ഇടവരുത്തേണ്ട. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൻ അങ്ങനെ സംശയമൊന്നും തോന്നുകയില്ല മോളെ, അതുപോലെയുള്ള ഗംഭീര അഭിനയമല്ലേ ഞാൻ കാഴ്ചവെക്കുന്നത്. അതും പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ മോളെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടിൽ. അവരൊക്കെ മോളുടെ പേര് പത്രത്തിലും ചാനലിലും ഒക്കെ വരുന്നത് കാണുകയും വായിക്കുകയും ഒക്കെ വേണം. ഇനി എല്ലാ കാര്യത്തിനും മോൾക്ക് അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം എത്രയോ നാളായി എന്നെയും എൻ്റെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാകും. എനിക്ക് ആദർശി എന്ന മോൻ മാത്രമല്ല, നയന എന്ന മോള് കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദർശിനേക്കാൾ ഒരു പടി കൂടുതൽ മോളെയാണോ സ്നേഹിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ആദർശ് നല്ല ഭാഗ്യവാനാണ്. എന്നാൽ മോളുടെ ചേച്ചിയുടെയും അനിയുടെയും കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പരസ്പരം സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലിടയ്ക്ക് നയനെ ചോദിക്കുന്നുണ്ട്, അമ്മേ നമുക്ക് പോകണ്ടേ എന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പകല് തീർന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര ധൃതി വയ്ക്കുന്നത്? ഇനിയും നമുക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. നവ്യ ടി വിയിൽ നയന അവാർഡ് വാങ്ങുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ജലജയും ജാനകിയും അനാമികയും വരുന്നുണ്ട്. അവരെ കണ്ടത് നവ്യ പറയുന്നുണ്ട്, എല്ലാവരും ബാബാ കാണ് എൻ്റെ അനിയത്തി പുരസ്കാരം വാങ്ങുന്നത്. നവ്യ നയനയുടെ ഫോട്ടോ കണ്ടത് ഒരു ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അനാമികക്കൊന്നും ഒട്ടും പിടിക്കുന്നില്ല. അതിലിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, ഒരാൾ ഫംഗ്ഷനിൽ പോയിട്ട് ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി ആ ഫംഗ്ഷനിൽ ഇരുന്നിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ആര് പങ്കെടുത്താലും ഇല്ലെങ്കിലും ദേ അടിപൊളിയായിട്ട് നിൽക്കുന്നത് കണ്ടോ എൻ്റെ സ്വന്തം അനുജത്തി. ആദർശം ഓഫീസിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ് ആദർശ്. അങ്ങനെ ടി വിയിൽ നയനയെപ്പറ്റി ആൻമേരി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ അനാമിക ടി വി ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അത് ഓഫ് ചെയ്തത്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞങ്ങൾക്കാർക്കും ഇത് കാണാൻ താല്പര്യമില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിനക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ കാണണ്ട. കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്.
സ്ത്രീകളുടെ അഭിമാനമാണ് എൻ്റെ അനുജത്തി. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവളുടെ പേരും പറഞ്ഞ് നീ വലിയ ആളാകാൻ നോക്കണ്ട. നിനക്ക് അവളുടെ വാലായി നടക്കാനല്ലാതെ എന്തെങ്കിലും കഴിവുണ്ടോ? അവൾ 10 കാശെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. നിന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അഭിക്കുണ്ടോ? ഒന്ന് വല്ലാതാകുന്നുണ്ടെങ്കിലും നവ്യ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മോന് എന്നെപ്പോലെ ഒരു ഭാര്യ ധാരാളം. എൻ്റെ അമ്മായിയമ്മ ആകാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കുമില്ല. അതുപോലെ എൻ്റെ അനിയത്തിയെ ഉയർത്തിക്കട്ടി എന്നെ കൊച്ചക്കാനൊന്നും നോക്കണ്ട. എന്നെയും എൻ്റെ അനിയത്തിയെയും വെറും പുറമ്പോക്കുകളായിട്ടാണ് നിങ്ങളൊക്കെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും തലയെടുപ്പുണ്ട് നയന എന്നുള്ള പേരിന്. നയന കളക്ഷൻ എന്നുള്ള പേര് പോലും ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഫെമിലിയറാണ്. അതൊക്കെ കണ്ട് അസൂയപ്പെടാനും വിമർശിക്കാനും അല്ലാതെ നിങ്ങൾക്കൊന്നും നയനയുടെ മുൻപിൽ പോകാനുള്ള യോഗ്യത പോലുമില്ല. ദേ ഇവൾ ഉൾപ്പെടെ എന്ന് അനാമികയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ജാനകി, എൻ്റെ മരുമകൾ നിങ്ങളെപ്പോലെ ഒന്നുമല്ല. പിടിപ്പത് സ്വർണവും ഇട്ടുകൊണ്ടാണ് അവൾ വന്നത്. അപ്പോൾ നവ്യ, ആയിക്കോട്ടെ. അതിനൊപ്പം തന്നെ ഇവളുടെ മനസ്സിൽ നിറയെ ദുഷിച്ച ചിന്തകളുമുണ്ട്. ഇവളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഈ അമ്മ അവളുടെ കരണത്തടിക്കും. അതാ ഇവളുടെ കയ്യിലിരിപ്പ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, വെറുതെ മോളെ ഓരോന്ന് പറയണ്ട. അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയടി. തെറ്റ് എന്താണ് എന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. അത് ഞാനായിട്ട് വിളിച്ചു പോകുന്നില്ല. പക്ഷേ എന്നെ തോൽപ്പിച്ചാൽ എൻ്റെ നാവ് അടങ്ങിയിരിക്കില്ല. അത് നീയെങ്കിലും മനസ്സിലാക്കിക്കോ എന്ന് അനാമികക്കൊരു വാണിംഗ് കൊടുത്തുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അനാമിക, എനിക്കറിയില്ല, വട്ടി കേസ്, അതിനോടൊക്കെ എനിക്ക് വായിട്ടലക്കാൻ കഴിയില്ലമ്മേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതാ നല്ലത്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അവൾ അവാർഡ് വാങ്ങുമ്പോൾ ഏട്ടത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഈ പോയവളേക്കാൾ പ്രശ്നക്കാരിയാ അവൾ. ഈ അവാർഡിൽ വല്യമ്മ പങ്കെടുക്കാൻ വേണ്ടി എന്തൊക്കെ നാടകമാണ് അവൾ കളിച്ചത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ആ ദേഷ്യമൊക്കെ ഏട്ടത്തിക്ക് അവളോട് കാണും. അത് നമ്മൾ ആളി കത്തിക്കുകയാണ് വേണ്ടത്. ഏട്ടത്തി വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, പുറത്താക്കണം അപ്പച്ചി അവരെ രണ്ടുപേരെയും, അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് നയനയുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതിലൊന്നും അമ്മയുടെ ഫോട്ടോ കാണുന്നില്ലല്ലോ. അമ്മയും നയനയും തമ്മിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ എത്ര മനോഹരമായിരുന്നേനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയും ദേവയാനിയും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. നല്ല സന്തോഷത്തിലാണ്, ഭയങ്കര സ്നേഹത്തിലുമാണ്. അപ്പോൾ ആദർശിൻ്റെ ഫോൺ വരുന്നുണ്ട്. എന്നിട്ട് ആദർശൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത്ര നേരമായിട്ടും വരാത്തത് എന്ന്. അമ്മ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവാർഡ് വാങ്ങുമ്പോൾ സദസ്സിലുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. പിന്നെ ഇവിടെ ചെറിയൊരു പാർട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ലേറ്റാകുന്നത് എന്ന് ആദർശനോട് കള്ളത്തരം പറയുകയാണ്. എന്നിട്ട് അമ്മയും മരുമകളും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.